നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും അതിഥിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഒട്ടേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് സൂപ്രണ്ടായി വിരമിക്കുകയും ചെയ്ത ശ്രീ KV ഹരിദാസനാണ്. വിശ്രമ ജീവിതത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിൽ, കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എല്ലാം വളരെ സജീവമായി നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ശ്രീ KV ഹരിദാസൻ ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ് താങ്കൾ വിരമിക്കുന്നത്. ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ എത്തിപ്പെടുന്നത്? അതിനു മുമ്പ് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം തന്നെ സർവീസിൽ പ്രവേശിക്കുകയായിരുന്നോ, അതോ മറ്റ് ജോലികൾക്കെല്ലാം ശേഷമാണോ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്? അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട്, ടെക്നിക്കൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അപ്രൻറ്റീസായിട്ടാണ് പാലക്കാട് ജില്ലയിലേക്ക് കഞ്ചിക്കോട് ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡിൽ വരുന്നത്. അവിടെ നിന്ന് മലമ്പുഴ ITIയിൽ ഒരു 6 മാസം എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വർക്ക് ചെയ്യുകയും തുടർന്ന് മണ്ണാർക്കാട് ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് PSC വഴി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിപ്പെടുന്നത്. അത് ആദ്യം ജോയിൻ ചെയ്തത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി ആയിരുന്നു. അവിടെ 4 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് മറ്റേ പ്രൊമോഷനായിട്ട് സുൽത്താൻ ബത്തേരിക്ക് പോകേണ്ടി വന്നു. അവിടെ നിന്ന് തിരിച്ച് ഷൊർണൂർ IPTN ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ എത്തുകയും അവിടെ നിന്ന് വീണ്ടും ഡിപ്ലോമയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രൊമോഷൻ ലഭിക്കുകയും തുടർന്ന് പഴയങ്ങാടി നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് പ്രൊമോഷനായി പോവുകയും ചെയ്തു. അവിടെ നിന്ന് കൂനത്തറ ഹൈസ്കൂളിലേക്ക് എത്തി. അവിടെ നിന്നാണ് പിന്നെ ഷൊർണൂർ IPTയിൽ വീണ്ടും വന്നു. അങ്ങനെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കര, പിന്നെ വീണ്ടും ഷൊർണൂർ IPT. അവിടെ നിന്ന് വീണ്ടും അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈവനിങ് കോഴ്സിന് ചേർന്നത്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈവനിങ് കോഴ്സിന് ചേരുകയും അവിടെ നിന്ന് ബിടെക് പൂർത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ പ്രൊമോഷനായിട്ട് പയ്യന്നൂർക്ക് പോകേണ്ടി വന്നു. വർക്ക്ഷോപ്പ് സൂപ്രണ്ടായിട്ട് പയ്യന്നൂർ വുമൻസ് പോളിടെക്നിക് കോളേജിൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തു. അവിടെ നിന്ന് മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് കാഡർ ചേഞ്ച് ചെയ്തു വന്നു. പിന്നെ 2015 ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സൂപ്രണ്ടായിട്ട് ചാർജ് എടുത്തു. താങ്കൾ അടിസ്ഥാനപരമായി തൃശ്ശൂർ ജില്ലക്കാരനാണ്. തൃശ്ശൂർ സ്വദേശിയായ താങ്കൾ പിന്നീട് കഴിഞ്ഞ 10-30 വർഷത്തോളമായി പാലക്കാടിൻ്റെ കരിമ്പനകളുടെ നാടിൻ്റെ ഭാഗമാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഈ ഒരു മാറ്റം, ഈ 2 ജില്ലകളുടെയും ഒരു താരതമ്യം, ഏത് ജില്ലയോടാണ് താങ്കൾക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്നെൻ്റെ പെറ്റമ്മയാണ്, ഒന്ന് പോറ്റമ്മയാണ്. ഏകദേശം 30 കൊല്ലത്തോളമായിട്ട് നമ്മൾ ജനനം കൊണ്ട് തൃശ്ശൂർ ജില്ലക്കാരനും കർമ്മം കൊണ്ട് പാലക്കാട് ജില്ലക്കാരനുമാണ് ഇപ്പോൾ. അപ്പോൾ എനിക്കതിലൊരു വേർതിരിവ് കാണാൻ സ്വാഭാവികമായിട്ടും സാധിക്കില്ല. കാരണം ജനിച്ച സ്ഥലവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും അങ്ങനെ വെറുതെ നമ്മൾ പറഞ്ഞൊഴിയാൻ പറ്റുന്നതല്ല. ഇപ്പോൾ 2 പ്രദേശങ്ങളിലെ നന്മകളെ ആസ്വദിക്കുന്നു. 2 പ്രദേശങ്ങളിലെ നന്മകളെ ആസ്വദിക്കുന്നു. ഇപ്പോൾ ഒരു 30 കൊല്ലമായിട്ട് നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയാണ് ഇപ്പോൾ വാടാനാംകുരിശി ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഒരു താരതമ്യമില്ല. 2ഉം നല്ല പ്രദേശങ്ങളാണ്. ഒന്ന് വള്ളുവനാടൻ സംസ്കാരമാണ്, ഒന്ന് സാംസ്കാരിക തലസ്ഥാനമാണ്. ആ രീതിയിൽ 2ഉം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. 2 പ്രദേശങ്ങളും സംസ്കാര സമ്പന്നമാണ്. അതെ. സാങ്കേതിക വിദ്യാഭ്യാസ മേഖല, അതിൻ്റെ ഗൗരവകരമായ ചില വിഷയങ്ങൾ താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിൽ താങ്കളുടെ ഒരു ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് കരുതുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇപ്പോഴും വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള
ആക്ഷേപങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഈ ഒരു പരിമിതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് അല്ലെങ്കിൽ സ്വയം തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾക്ക് കേരളത്തിൽ തിരിച്ചടിയായി മാറുന്നുണ്ടോ? ഇന്നിപ്പോൾ തൊഴിൽ സംസ്കാരം എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇറങ്ങുന്ന എല്ലാവരും നല്ല രീതിയിൽ പ്രഗത്ഭരാണോ എന്ന് ചോദിച്ചാൽ മുഴുവൻ നമുക്കത് പറയാൻ പറ്റില്ല. പഠിച്ചിറങ്ങുന്നതിൽ നല്ല എഫിഷ്യൻസി അല്ലെങ്കിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് ഇന്നും തൊഴിലിനൊരു പഞ്ഞമില്ല. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ തൊഴിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മുഴുവൻ ഇല്ല. നമ്മളൊക്കെ പുറത്തേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. പലരും ജോലി കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നാട്ടിന് പുറത്തേക്കാണ് നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതിന് തക്കവണ്ണമുള്ള തൊഴിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പരിമിതികൾ പലതും പലതും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പരിമിതികൾ പലതും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ചില ചുവടുവയ്പ്പുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ITIയിലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഒരു എയറോബിക് ഒരു യൂണിറ്റിൻ്റെ തുടക്കം കുറിച്ചു. അപ്പോൾ കുട്ടികൾ തന്നെ ഈ വെറും മറ്റേ ജോലിക്കാരായി മാറാതെ സംരംഭകരായി മാറുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇത്തരമൊരു നീക്കം എത്രമാത്രം ഗുണകരമാകും? അത് നല്ലതാണ്. തൊഴിൽ സംരംഭകരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പുതിയ തലമുറ വരുന്നത് നല്ലതാണ് ഒരു കണക്കിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വെറും തൊഴിലാളി എന്നുള്ള മട്ടിൽ നിൽക്കാതെ ആ തൊഴിലിൻ്റെ വിവിധ മേഖലകളിൽ അതിൽ നമ്മുടെ ഈ ഇത് മാത്രമല്ല, തൊഴിൽ മാത്രമല്ല, അതിൻ്റെ പിന്നണിയിൽ വരുന്ന കാര്യങ്ങളും കൂടി പഠിച്ച് ഒരു സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പുറത്തിറക്കുക എന്ന് പറയുന്നത് തികച്ചും അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ്. പാലക്കാട് പോളിടെക്നിക് കോളേജിൽ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു കോഴ്സ് വളരെ നല്ല രീതിയിൽ മുന്നേറുകയാണെങ്കിൽ അത് തികച്ചും നമ്മുടെ വിദ്യാർത്ഥികൾക്കും വരുന്ന തലമുറയ്ക്കും ഗുണകരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ടെക്നിക്കൽ ഹൈസ്കൂളിലെ പ്രിൻസിപ്പാൾ എന്നുള്ള നിലയിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്, ഇവിടെ ഒരു ടെക്നിക്കൽ കലാമേള ഷൊർണൂരിൽ സംസ്ഥാനതല കായികമേള സംഘടിപ്പിച്ചു. അന്ന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നത്, അന്ന് അതിൻ്റെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഒക്കെ താങ്കളൊക്കെ ആയിരുന്നു. അതിൻ്റെ ആ ഒരു അനുഭവങ്ങളൊന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരു വിജയകരമായി ഒരു സംസ്ഥാനതല മേള ഈ ഷൊർണൂരിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഓർമ്മകളൊക്കെ അത് ഓർത്തെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നോ? എങ്ങനെ ഏതെല്ലാം വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് എങ്ങനെയാണ് ആ മേള വിജയകരമായി പൂർത്തീകരിച്ചത്? അത് എന്നെ സംബന്ധിച്ച് എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഓർക്കാൻ പറ്റുന്ന ഒരു മേളയായിരുന്നു അത്. കാരണം പല മേളകളിലും ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു കായികമേള സംഘടിപ്പിച്ചപ്പോൾ അതിന് എനിക്ക് എല്ലാ ഭാഗത്തു നിന്നും നിറഞ്ഞ പിന്തുണയാണ് ലഭിച്ചത്. പ്രത്യേകിച്ചും ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള വ്യക്തികളുടെ സഹായവും മറ്റുള്ള ഈവൻ താങ്കളുടെ ന്യൂസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളടക്കം എല്ലാ ഭാഗത്തും നമുക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. സ്പോൺസർമാരുണ്ടായിരുന്നു. അതിന് വിവിധ മേഖല ഗ്രൗണ്ടിൻ്റെ പരിമിതിയായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു. പിന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരായാലും മുനിസിപ്പൽ അധികൃതരായാലും നമ്മുടെ സഹപ്രവർത്തകർ, അവരെ എനിക്ക് കൂടുതൽ പറയേണ്ടി വരും. കാരണം എൻ്റെ ഒപ്പം തന്നെ ഒരുപക്ഷെ എന്നേലും കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും നടപ്പാക്കാനും വളരെ നല്ല രീതിയിൽ പരാതികൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മളൊരു മേള നടത്തുമ്പോൾ, അതും സംസ്ഥാന തലത്തിലുള്ള ഒരു മേള നടത്തുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു മേള സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം എനിക്ക് ഞാനിപ്പോഴും അത് മനസ്സിൽ സൂക്ഷിക്കുന്നു. അന്ന് എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ, മറ്റുള്ള നാട്ടിലെ പ്രമുഖ ആൾക്കാർ, രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ എല്ലാവരെയും ഞാൻ ഇത്തരണത്തിൽ ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം നമുക്കത് സംഘടിപ്പിക്കാൻ ആർക്കും സാധിക്കും, പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ നല്ല ചാരിതാർത്ഥ്യമുണ്ട്. ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള, ടെക്നിക്കൽ ഹൈസ്കൂൾ കലാമേള
മറ്റൊരു സംസ്ഥാന സ്കൂൾ കായികമേള, സംസ്ഥാന സ്കൂൾ കലാമേള, ഇങ്ങനെ രണ്ടായി തരംതിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു തരംതിരിവ് തന്നെയാണ് ഇവിടെ. തരംതിരിച്ച് തന്നെ ഇത്തരം രണ്ട് മേളകൾ സംഘടിപ്പിക്കുമ്പോൾ ഒരേ പ്രായക്കാരായ കുട്ടികൾക്ക് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം രണ്ട് തരത്തിലുള്ള കലാമേളകളും കായികമേളകളും സംഘടിപ്പിച്ചു വരുന്ന ഒരു രീതി, ആ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ? അല്ല, അത് ഇപ്പോൾ നടന്നു പോകുന്ന രീതി, കാരണം നമ്മുടെ ഈ ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമുള്ളതാണ്. പൊതുവെ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഈ രീതികളില്ല. അപ്പോൾ അത് രണ്ടായിട്ട് പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക്, ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. കാരണം ഇതിന് ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ നടത്തുന്ന മേള കഴിഞ്ഞാൽ പിന്നെ നേരെ സ്റ്റേറ്റിലേക്കാണ് മേള. അതിൻ്റെ ഇടയിൽ സബ് ജില്ലയില്ല, പഞ്ചായത്ത് തലമില്ല, സബ് ജില്ലയില്ല, മറ്റേ ഡിസ്ട്രിക്റ്റ് തലമില്ല, അതൊന്നുമില്ല. അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ കഴിവ് തെളിയിച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഗുണകരമാവുന്നുണ്ട്. ഗ്രേസ് മാർക്കിനുള്ള ഇപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ വിവാദത്തിലാണല്ലോ, അതിന് അടക്കം എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കുട്ടികൾക്കും കൂടി ലഭിക്കും എന്നുള്ളത് ഞാൻ അതിനെ ഒരു പ്ലസ് പോയിൻ്റായിട്ടാണ് കാണുന്നത്. അതെ, രണ്ട് മേളകളുടെയും ഈ താരപരിവേഷത്തിലുള്ള ഒരു മാറ്റമാണ് പലപ്പോഴും മാധ്യമങ്ങൾ ഈ രണ്ട് മേളകളെയും സ്വീകരിക്കുന്നത് വ്യത്യസ്ത തട്ടിലിട്ട രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ലഭിക്കുന്ന ഒരു പ്രചാരവും അതിലെ ജേതാക്കൾക്ക് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള പ്രശസ്തിയും പ്രശംസയും ഒന്നും ടെക്നിക്കൽ സ്കൂൾ കായികമേളയിലെ കുട്ടികൾക്ക് പലപ്പോഴും ലഭിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം അതെ, അത് മനസ്സിലായി. അത് പക്ഷെ എന്നാലും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ പോവുമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റേ ഇല്ലെങ്കിൽ 48 ടെക്നിക്കൽ ഹൈസ്കൂളും അതിൻ്റെ കൂടെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ ഹൈസ്കൂളും കൂടി ചേരുമ്പോൾ ആകെ പലരും പിന്നാക്കം തള്ളപ്പെടും. അപ്പോൾ അത് കൂടുതൽ അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും ഈ ഒരു മേള കൊണ്ട്. 2019 താങ്കൾ റിട്ടയർ ചെയ്യുന്നത്. അതിനുശേഷം വാടാനംകുറിശി എന്ന ഗ്രാമത്തിൽ വിശ്രമജീവിതം നയിക്കുമ്പോൾ അവിടെയും കലാസാംസ്കാരിക രംഗത്തും കാർഷിക മേഖലയിലുമൊക്കെ സജീവമായിട്ട് നിലനിൽക്കുകയാണ്. താങ്കളുടെ ഉള്ളിൽ അപ്പോൾ കൃഷിയിലാണ് താങ്കൾ വലിയൊരു താല്പര്യം ഈ റിട്ടയർമെൻറ്റിന് ശേഷം പ്രകടിപ്പിക്കുന്നത്. മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് വരാം. ഈ കാർഷിക മേഖലയോട് അടിസ്ഥാനപരമായുള്ള ഒരു താല്പര്യം അത് എങ്ങനെയാണ്? കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടോ? അതെ, അത് കുട്ടിക്കാലം മുതലേ ഉണ്ട്. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ഞങ്ങളുടെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വദേശം എന്ന് പറയണത്. അവിടെ ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അതൊക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും എനിക്ക് കൃഷിയോടുള്ള താല്പര്യം അന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ അറബി കലാസമിതി ഗ്രന്ഥശാലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യം വരികയാണ് ചെയ്തത്. കാരണം വിഷരഹിത പച്ചക്കറി കൃഷി, അങ്ങനെയുള്ള പിന്നെ നമ്മുടെ പറമ്പിൽ നനയ്ക്കുക, ഞാൻ ഇതായിട്ട് പറയാണ്, നനയ്ക്കുക, നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുക, അതൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കലും കൂടി നമ്മളിതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരണത്. അതാണ് ഇപ്പോൾ യുവാക്കളൊക്കെ വളരെ കൃഷിയോട് കുറച്ചുകൂടി ഇടക്കാലത്ത് ഉണ്ടായിരുന്ന ഇതിനെ അപേക്ഷിച്ച് ഇപ്പോൾ യുവാക്കൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഗ്രാമങ്ങളിലൊക്കെ ചില യുവ കർഷകരെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ. വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് പക്ഷേ കാർഷിക മേഖലയിൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് വലിയ സാമ്പത്തികമൊക്കെ ഇറക്കി കൃഷി നടത്തിക്കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യവും മറ്റ് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ കാരണം ഇതിനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും മുതൽ മുടക്കിയിട്ട് നമ്മളൊരു കൃഷി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിനെ ഈ പറഞ്ഞ വന്യമൃഗ ശല്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പന്നി, മയിൽ പോലുള്ള അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശരിക്ക് മുരടിക്കുകയാണ് ചെയ്യുക. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നശിപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ 4 പുറം മതിൽ കെട്ടിയിട്ട് വിളവെടുക്കാനോ കൃഷി ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പം നമ്മളെ ഉപദ്രവകാരികളായിട്ടുള്ള ജന്തുക്കളെ, പ്രത്യേകിച്ചും പന്നി,
അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ട ഒരു നടപടികൾ, ആ നടപടികളൊന്ന് ലഘൂകരിക്കുക. ഇപ്പോൾ ഒരു പന്നി അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന ആളെ അവരെ നിയന്ത്രിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. നമ്മൾ ലൈസൻസ് ഉള്ള ആൾ വേണം, പിന്നെ ഫോറസ്റ്റിൽ പെർമിഷൻ വേണം, അവരെ കൊല്ലണമെങ്കിൽ അതിന് ലൈസൻസ് വേറെ വേണം. നടപടികളൊന്ന് ലഘൂകരിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രാഥമിക മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രൊജക്റ്റുകളിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൃഷിക്ക് നൽകുന്നുണ്ട്. എങ്കിൽ പോലും അത് അർഹരായ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഉൽപ്പാദന മേഖലയിൽ എന്തെങ്കിലും രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നവരിലേക്ക് കൃത്യമായി എത്തിപ്പെടുന്ന ആ ഒരു റൂട്ട് കറക്റ്റാണ് എന്ന് ഈ ഒരു കാലത്തെ കാർഷിക ജീവിതത്തിനിടയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കീമുകൾ ഒരുപാടുണ്ട്, പക്ഷെ അത് അർഹരായിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു കൃഷിഭവനിൽ എന്തെങ്കിലും ഒരു പുതിയ വിത്ത് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ചെടികൾ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സാമഗ്രികൾ വന്നു, അത് നമ്മളാരെങ്കിലും അറിഞ്ഞ് ചെല്ലുമ്പോഴേക്കും സാധനം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ സാധാരണ കർഷകനെ സംബന്ധിച്ച് നേരിടുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ പ്രതിവിധികൾ പലതുണ്ട്. പാടശേഖര സമിതിക്കാർ കൂടുതൽ ഉഷാറായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒഴിവാക്കാം. എന്നാലും അതിലും കുറച്ചും കൂടി നമ്മൾ അർഹരായ വ്യക്തികൾക്ക് കിട്ടുന്നതിനുള്ള ഒരു നടപടികൾ ഇനിയും നമ്മൾ കൂടുതൽ ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു. നെൽകൃഷി പരീക്ഷിച്ചിട്ടുണ്ടോ? നെൽകൃഷിയിലേക്ക് എനിക്ക് പൊതുവേ അത്രയും കൂടെ പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെക്ക് വല്ലാണ്ട് കയറിയിട്ടില്ല. എനിക്ക് പച്ചക്കറിയോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ തെങ്ങ്, കവുങ്ങ്, അതുമാതിരിയുള്ള കുരുമുളക്, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ കാര്യമായിട്ട് ചെയ്തു വരുന്നത്. നെല്ലിലേക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അത് മുമ്പ് തൊട്ടേ മുൻപരിചയം അതിൽ കുറവായതുകൊണ്ടാണ് ആ മേഖലയിലേക്ക് തിരിയാത്തത്. വളരെ കറക്റ്റായിരിക്കണം. പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മുൻകൂട്ടി കാണണം. ഈ ഞാറ്റുവേലകളൊക്കെ കണക്കാക്കിയിട്ടാണല്ലോ നെൽകൃഷിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാം അവതാളത്തിലായിട്ടുള്ള ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്ത ഒരാളെ ഇറങ്ങുമ്പോൾ അത് വലിയ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. മറ്റത് നമ്മൾ വിചാരിച്ചാൽ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്കറിയാം, നെല്ല് നമ്മൾ കൊയ്തെടുത്തിട്ട് അത് ആര് കൊണ്ടുപോകണോ, ആർക്ക് കൊടുക്കണോ, അതിൻ്റെ പൈസ നമുക്ക് ഉടനെ കിട്ടും. നമ്മൾ പലരും ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ കടം മേടിച്ചിട്ടോ ആയിരിക്കും. അതെ, നിത്യവും വാർത്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അതിലേക്ക് വല്ലാണ്ട് തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രം. കാര്യം നമുക്കിവിടെ കുടുംബ വീട്ടിൽ നെൽകൃഷി ഉണ്ട്, എന്നാലും ഞാൻ അതിലേക്ക് വല്ലാണ്ട് പോയിട്ടില്ല എന്ന് മാത്രം. താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഈ വക പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട്. വാടാനംകുറിശി ഗ്രാമത്തിൻ്റെ ഒരു ഏകദേശം അതിർത്തിയോട് ചേർന്നൊരു മേഖലയിലാണ്. അവിടെ ഈ വനപ്രദേശങ്ങളൊക്കെ വനമേഖലയൊക്കെ ഉള്ള ഭാഗമാണ്. അവിടെയാണ് താങ്കൾ താമസിക്കുന്നത്. ആരഭി കലാസമിതി എന്നുള്ള ഒരു പ്രസ്ഥാനം ഒരു അരനൂറ്റാണ്ടോളമായി ആ മേഖലയിൽ ഒരു സജീവ സാന്നിധ്യമാണ്. വിശ്രമജീവിതത്തിന് ശേഷം താങ്കളും ഏറെ സമയം ചെലവഴിക്കുന്നത് ആരഭി കലാസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ കാർഷിക മേഖലയിലെ സജീവമായ ഇടപെടൽ ആരഭിയുടെ ഭാഗത്തു നിന്നുമുണ്ടല്ലോ അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വിഷരഹിത പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4-5 കൊല്ലമായിട്ട് എല്ലാ കൊല്ലവും ഞങ്ങൾ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. ഈ കൊയ്ത് കഴിഞ്ഞ പാടത്ത് ആണ് നമ്മൾ സാധാരണ കൃഷി ചെയ്യാറ്. താല്പര്യമുള്ള യുവാക്കളും മധ്യ വയസ്സ് പൂർത്തിയായിട്ടുള്ള നമ്മുടെ ആൾക്കാരൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മളായിട്ട് സഹകരിക്കാറുണ്ട്. ഒപ്പം നമ്മളൊപ്പം പണിയെടുക്കുക, എല്ലാ കാര്യങ്ങളും നമ്മളാണല്ലോ ചെയ്യണത്. കൃഷി ഇറക്കലും അത് ഇടവേളകളിൽ വളം ചേർക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണത്. നമ്മളത് നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് ആരംഭിക്ക് സാമ്പത്തിക മെച്ചവും അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്നദ്ധ സംഘടനകൾക്ക്, ഇപ്പോൾ കൊപ്പം അഭയം പോലുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ പച്ചക്കറി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാറുമുണ്ട്. അതൊക്കെ ഒരു മനസ്സിനൊരു സമാധാനവും ഒരു ശാന്തി നൽകുന്ന ഒരു നല്ലൊരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ താല്പര്യത്തോടു കൂടി ചെയ്യാറുള്ളത്. അരബി കലാസമിതിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ
ഒരു ഗ്രാമീണ മേഖലയിലെ ഒരു സംവിധാനത്തിന് അരനൂറ്റാണ്ടോളം പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകമായ സാമൂഹ്യ അന്തരീക്ഷം ഏതാനും ദശാബ്ദങ്ങൾക്ക് മുമ്പൊക്കെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ ഒരു വിളനിലമായിരുന്ന കേന്ദ്രമായിരുന്നു ആരഭി കലാസമിതി ഇന്ന് പ്രവർത്തിക്കുന്ന മേഖലയും അതിനോടനുബന്ധ പ്രദേശങ്ങളുമെല്ലാം. ഈ ഒരു പ്രദേശങ്ങളിൽ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് തിരിതെളിക്കാൻ ആരഭി കലാസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെല്ലാമാണോ താങ്കളെ ആ കലാസമിതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ആകൃഷ്ടനാക്കിയത്? തീർച്ചയായിട്ടും സാംസ്കാരികം മാത്രമല്ല, ആ ഭാഗത്തെ യുവാക്കളിൽ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ ഒരു പുതിയ ദിശാബോധം സൃഷ്ടിക്കാനായിട്ട് ആരംഭിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വെറും ഒരു ക്ലബ്ബ് എന്നുള്ള നിലവാരത്തിലുപരിയായിട്ട് ഒരു നാടിൻ്റെ കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ആരബി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നല്ലൊരു ദിശാബോധം നാട്ടുകാർക്കും ആ ഭാഗത്തും സൃഷ്ടിക്കാനായിട്ട് ആരബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്രയും കാലത്ത് ഈ 50 കൊല്ലത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ ഒരു ക്ലബ്ബ് 50 കൊല്ലമൊക്കെ ഇത്രയും വിജയകരമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ നാഴികക്കല്ലുകൾ എടുത്ത് നോക്കിയാൽ തന്നെ 74 വെറും ഒരു സാധാരണ ക്ലബ്ബായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് പടിപടിയായിട്ട് ഇന്നിപ്പോൾ കലാസമിതിയൻ ഗ്രന്ഥശാല എന്നുള്ള പേരിൽ A ഗ്രേഡ് വായനശാലയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതും താലൂക്കിലെ മികച്ച വായനശാല എന്നുള്ള പേര് അവാർഡ് നമുക്ക് 2-3 തവണ കിട്ടിയിട്ടുണ്ട്. അതിനു പുറമെ പാലക്കാട് ജില്ലയിലെ മോഡൽ വില്ലേജ് ലൈബ്രറി, അതായത് ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല വായനശാല എന്നുള്ള ഒരു അവാർഡ് 2022 വരെ, അതായത് 5 കൊല്ലക്കാലമാണ് ആ അവാർഡ് ഉള്ളത്. അത് ആരബിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളെ ഏറ്റവും അധികം സന്തോഷം നിറച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻകാല പ്രസിഡൻ്റായിട്ടുള്ള മുൻതര പ്രവർത്തകനായിട്ടുള്ള PV ശ്രീധർ വാര്യർക്ക് സമാധാനം പരമേശ്വരൻ എന്ന പേരിൽ പള്ളം സ്മാരക വായനശാല കൊടുക്കുന്ന ഒരു അവാർഡ്, താലൂക്കിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള ഒരു അവാർഡ്, അത് PV ശ്രീധർ വാര്യർക്ക് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം തന്നെ ആരബിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യവും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കലുമാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ശരിക്കും പറയാൻ വെച്ചാൽ ഒരു നല്ലൊരു ഗൈഡൻസാണത്. കാരണം അതേപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നാടിനും നാട്ടുകാർക്കും വേണ്ടപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഒരു റോഡ് സൈഡ് വൃത്തിയാക്കലാണെങ്കിലും ഒരു കാന വൃത്തിയാക്കലാണെങ്കിലും ഒരു അമ്പലക്കുളം നേരെയാക്കലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്ത്രീകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, രക്തദാനത്തിൻ്റെ പേരിലായാലും ശരി, അങ്ങനെ ഏത് രംഗത്തും ഇന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഒരു ആത്മവിശ്വാസവും അതിനുള്ള ആൾക്കാരും ആരംഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സജീവമായി ഇടപെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ വാർഷികത്തിന് പൊയിലൂർ LP സ്കൂള്, വാടാനാംകുറിച്ചി GLP, വാടാനാംകുറിച്ചി ഹൈസ്കൂള്, അതേമാതിരി +2, +1 അങ്ങനെയുള്ള എല്ലാ മേഖലയിലെയും വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വാർഷികത്തിന് ജനുവരി 26 നമ്മുടെ എല്ലാ കൊല്ലവും സ്ഥിരം വാർഷികം നടക്കുക. വിദ്യാഭ്യാസ പ്രതിഭകളെ നമ്മൾ അനുമോദിക്കാറുണ്ട്. അതേമാതിരി എല്ലാ കൊല്ലവും SSLC +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രതിഭകളെ നമ്മൾ അനുമോദിക്കാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ നടത്താറുണ്ട്. അതേമാതിരി വയോജനങ്ങൾക്കായിട്ട് പാലിയേറ്റീവ് രംഗത്ത് നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇന്ന മേഖല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ മേഖലകളിലും ഒരു സജീവ സാന്നിധ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആരബി നിലനിൽക്കുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു വികസനത്തിൻ്റെ വഴിയാണ്. തലമുറകളുടെ മാറ്റം ഒരുപക്ഷെ അതിനെ ഒട്ടും സ്വാധീനിക്കാത്ത രീതിയിൽ ഇന്നും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒരു കളിസ്ഥലം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരബി കലാസമിതിക്ക് സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്തൊക്കെ ഒരു കളിസ്ഥലത്തിൻ്റെ അഭാവം കായിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അതും ഒരുക്കാൻ ആരബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കളിസ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും കായിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അധികവും കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലാണ് കളിക്കാറ്. സ്വന്തമായിട്ടൊരു കളിസ്ഥലം കുറവാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2022-17 നമ്മൾ കളിസ്ഥലം വാങ്ങി
കളിസ്ഥലം 20 സെൻറ്റ് സ്ഥലമാണ് വാങ്ങിയത്. അതിലിപ്പോൾ നമ്മുടെ പ്രവർത്തകനായിട്ടുള്ള CP രാമനെ പോലുള്ള ആൾക്കാരുടെ പങ്ക് നമ്മൾ വിസ്മരിക്കാൻ പറ്റില്ല. കാരണം പകുതി കളിസ്ഥലം അദ്ദേഹമാണ് നമുക്ക് വാങ്ങിത്തന്നത്. ബാക്കി പകുതി ജനങ്ങളുടെ പ്രയത്നം കൊണ്ട്, സഹകരണം കൊണ്ട് 20 സെൻറ്റ് കളിസ്ഥലം വാങ്ങി ഇന്നിപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് നമ്മൾ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മളെ മറ്റേ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്, പിന്നെ മറ്റേ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളടക്കം, വനിതകളും പെൺകുട്ടികളടക്കമുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം നമ്മളവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വികസനം പൂർത്തിയായിട്ടില്ല. ഇനി അടുത്ത ഘട്ടത്തിൽ ഒന്നും കൂടി മികച്ച രീതിയിലുള്ള കളിസ്ഥലം ഞങ്ങളവിടെ ഒരുക്കാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ. അതെ, തീർച്ചയായും യുവത്വത്തെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാക്കി നിലനിർത്തുമ്പോൾ കായിക മേഖലയ്ക്കുള്ളതുപോലെ തന്നെ, അല്ല കലാമേഖലയ്ക്കുള്ളതുപോലെ തന്നെ കായിക മേഖലയിലും തൽപരരായ കുട്ടികളുണ്ടാവും. അവരെയൊക്കെ ഇതിൻ്റെ ഭാഗമായി നിർത്തണമെങ്കിൽ ഒരു മികച്ച കളിസ്ഥലത്തിൻ്റെ അനിവാര്യത. ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം ഇപ്പോൾ ആരബി കലാസമിതിയുടെ പ്രസിഡൻ്റാണല്ലോ അല്ലേ താങ്കൾ? ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റാണ്. അത് രണ്ട് സംവിധാനങ്ങളായിട്ടാണ് മുന്നോട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രന്ഥശാല സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനെന്താണെന്ന് വെച്ചാൽ ലൈബ്രറി കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങളും പരിപാടികളും നമ്മൾ നടപ്പാക്കും വേണം. കലാസമിതി നമ്മുടെ പ്രാഥമിക സംഘടനയാണ്. അതിൽ നിന്നാണ് ഈ പറഞ്ഞതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരു 5-10-11 കൊല്ലമായിട്ട് ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റാണ് ഇപ്പോൾ. ഗ്രന്ഥശാലയിലെ ഒരു പുസ്തക സമ്പത്തിനെ കുറിച്ച്, എത്രമാത്രം പുസ്തകങ്ങൾ സമാഹരിക്കാനും അതിന് എത്രമാത്രം വായനക്കാരും ഇപ്പോൾ ആ മേഖലയിലുണ്ട്? ഒരു 13,000-ഓളം പുസ്തകങ്ങൾ ഇപ്പോൾ ഗ്രന്ഥശാലയിലുണ്ട്. പഠനങ്ങളുണ്ട്, യാത്രാ വിവരണങ്ങൾ, കഥകൾ, കവിതകൾ, നോവലുകൾ, ജീവചരിത്രങ്ങൾ. പിന്നെ അതിൽ നമ്മൾ ജാതിയും മതമൊന്നും നോക്കാറില്ല. എല്ലാ മേഖലയിലും പെട്ട പ്രമുഖ ഗ്രന്ഥങ്ങൾ നല്ലൊരു റെഫറൻസായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു വിശാലമായൊരു ലൈബ്രറി നമുക്കിപ്പോൾ ആരംഭിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കണം. ഇപ്പോൾ പൊതുവേ ഈ കാലത്ത് റീഡിങ് ഇപ്പോൾ പുസ്തകം മാത്രം എടുത്തിട്ടുള്ള റീഡിങ് ആവണമെന്നില്ലല്ലോ, ഈ റീഡിങ്ങും ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ പോരായ്മ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമ്മുടെ ലൈബ്രറി ഉപയോഗിക്കുന്നവരുടെ എണ്ണം നല്ല പോലെ കൂടുതലാണിപ്പോൾ. അതിൽ വായനയുടെ വിവിധ ഘട്ടങ്ങൾ പല രീതിയിൽ സാങ്കേതികത്വം വരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നിശ്ചിത ശതമാനം വായനക്കാർ സ്ഥിരമായിട്ടുണ്ട്. ഈ വായനശാല കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മുടെ വായനശാലയുടെ കീഴിൽ വനിതാവേദിയുണ്ട്, ബാലവേദിയുണ്ട്, വയോജനവേദിയുണ്ട്. ഈ ഗ്രൗണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി FC ആരബി എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ടീമിനെ തന്നെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഒരു സജീവ സാന്നിധ്യമായി, ആ നാട്ടുകാരുടെ സജീവ സാന്നിധ്യമായിട്ട് നമ്മൾ ആരബി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമാകുമ്പോൾ കുടുംബത്തിൽ വേണ്ട സമയത്ത് അച്ഛനെ കിട്ടുന്നില്ല എന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും, എങ്ങനെയാണ് കുടുംബം, കുട്ടികൾ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു പരാതി ഇതുവരെ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. വൈഫ് ടീച്ചറാണ്. ഇപ്പോൾ ഓങ്ങല്ലൂർ മുളൂർക്കര സ്കൂളിലെ HM ആണ് വൈഫ്. 2 കുട്ടികളാണുള്ളത്. മൂത്തത് ആൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി. മകൻ ഈ JTSൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ തൃശ്ശൂർ MTIയിൽ നിന്ന് ഡിപ്ലോമ കഴിഞ്ഞ് BTech ജ്യോതി എഞ്ചിനീയറിംഗും BTechും കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. മകള് MTech കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഞാൻ കുറവ് വരുത്തിയിട്ടില്ല. ഒപ്പം ആരബിയുടെ പ്രവർത്തനങ്ങളിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ സജീവമായിട്ട് മുന്നോട്ട് പോകണം. ഇതുവരെ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ല. ആരബി മാത്രമല്ല, പൊതുവെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് വിഭാവന എല്ലാ വിഭാഗ ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ നയം. ഈ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകാൻ എല്ലാ ശക്തിയും കരുത്തും താങ്കൾക്ക് തുടർന്നുള്ള ദിനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.